യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് വധക്കേസിൽ പ്രതികളുടെ കോടതി മാറ്റ ഹർജി തള്ളി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് തള്ളിയത്. അഡീഷണൽ സെഷൻസ് കോടതി 3 നിന്ന് വിചാരണ മാറ്റണം എന്നായിരുന്നു ആവശ്യം. നിഖിൽ അളവൂർ ചേർന്നു വിവരങ്ങളുമായി. നിഖിൽ, വിശദാംശങ്ങൾ. ഷാമിലി, ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ വേളയിൽ ഇത്തരത്തിൽ അഡീഷണൽ സെഷൻസ് കോടതി 3-ലെ ജഡ്ജ് കൃത്യമായല്ല ഈ വിചാരണ ഉൾപ്പെടെ നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിഭാഗം ഈ കോടതി മാറ്റം എന്നൊരാവശ്യവുമായി രംഗത്ത് വന്നത്. ഈ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെ കേസിലെ പ്രതികളായ 17 പേരുടെയും ജാമ്യം കോടതി റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായതാണ്. അതിനുശേഷമാണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോവുകയും ആ ജാമ്യം റദ്ദാക്കിയ നടപടി സ്റ്റേ ചെയ്യുകയും ചെയ്തത്. ഇപ്പോഴേതായാലും പ്രതിഭാഗത്തിന്റെ ആ ആവശ്യം തലശ്ശേരി സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോടതി മാറ്റമില്ല, അഡീഷണൽ സെഷൻസ് കോടതി 3-ൽ തന്നെ ഷുഹൈബ് കേസിന്റെ വിചാരണ തുടരും എന്നുള്ളതാണ് തലശ്ശേരി സെഷൻസ് കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ ഈ അഡീഷണൽ സെഷൻസ് കോടതി 3-ൽ നിന്ന് കൃത്യമായ രീതിയിലല്ല ഇടപെടൽ ഉണ്ടാകുന്നത് എന്ന് കാണിച്ചുകൊണ്ട് വിചാരണയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്കായിരുന്നു പ്രതിഭാഗം പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം 1-ാം സാക്ഷിയെ ആദ്യ ദിനത്തിൽ വിസ്തരിച്ചെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഈ വിചാരണ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കാത്ത ഒരു സമീപനമായിരുന്നു പ്രതിഭാഗം സ്വീകരിച്ചത്. ആ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ ആ നിലപാട് സ്വീകരിച്ചു. പിന്നീട് ജഡ്ജ് ഈ പ്രതികളോട് നേരിട്ട് നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അഭിഭാഷകർ പറഞ്ഞത് തന്നെയാണ് തങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞ് ഈ വിചാരണ നടപടികളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാതെ നിൽക്കുക എന്നുള്ളതായിരുന്നു ഈ കേസിലെ 17 പ്രതികളുടെയും നിലപാട്. അതിനെ തുടർന്നാണ് പിന്നീട് ഇവരുടെ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോടതി കടക്കുന്നതും അത് പിന്നീട് ഹൈക്കോടതി വരെ എത്തി ആ ഉത്തരവിന് സ്റ്റേ ലഭിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3-ൽ തന്നെ തുടരും. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.